ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് പഴുത്ത ചക്ക വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ല പോലെ ഒന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്തെടുത്താൽ മതി. ഇനി ഇതിലെ ഈ ഒരു വെള്ളമൊക്കെ നല്ല പോലെ ഊറ്റിക്കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഒട്ടലില്ലാത്ത രീതിയിലുള്ള നല്ല പച്ചരി വേണം കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പം മുഴുവനായിട്ട് നമ്മുടെ പച്ചരി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ്. അത്യാവശ്യം വലിയ ചക്കയൊക്കെ ആണെങ്കിൽ ഒരു 5-6 ചക്ക എടുത്താൽ മതിയാവും. ചെറിയ ചക്കയാണെങ്കിൽ ഒരു 7-8 ചക്കയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു 5 ചക്കയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരിയും വെള്ളം ഒപ്പം നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിവിടെ ശർക്കര ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അച്ച് ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് ഞാനിവിടെ വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തിക്കായിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മാവുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ശർക്കര ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റൗവിൽ നിന്നും എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പൊടിയൊക്കെ നല്ല പോലെ വെന്ത് കട്ടയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ നമ്മുടെ മാവുള്ളത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും പ്രത്യേക അളവ് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഈ ഒരു കളറായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് മാത്രം ആദ്യം മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ചുവന്നുള്ളി മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ല പോലെ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ കംപ്ലീറ്റ് ഇതിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എള്ളിന് പകരം കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു തേങ്ങാക്കൊത്തിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ പലഹാരത്തിന് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉള്ളിയും തേങ്ങയും കൂടെ വറുത്തെടുത്തുള്ള സെയിം പാനിലേക്ക് തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ മാവ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം സൈഡ് ഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ട് അതും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്തും ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ അതിന് മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിന് മുകളിൽ നല്ലപോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നിൽക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് താഴേക്ക് പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ചക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കലത്തപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂടിയിലുള്ള ഒരു വെള്ളമൊക്കെ ഒരു ടവൽ വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അടച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു കപ്പ് പച്ചരിയും ചക്കയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചക്ക കലത്തപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ വേറെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പം ഉള്ളത്. അപ്പോൾ ഇത് സെയിം രീതിയിൽ തന്നെ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ നല്ല പോലെ വെന്ത് നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അടിഭാഗം ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കലത്തപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റ വഴി ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് വെക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.